ഹായ് ഫ്രണ്ട്സ്, പി എസ് സി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മൾ 50 ഡേ ടൈം ടേബിളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 10th പ്രിലിമിനറിക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇന്നത്തോടെ നമ്മുടെ ഒരു 2 ആഴ്ച നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആദ്യത്തെ ആഴ്ചയിലെ ടോപ്പിക്കും അതിൻ്റെ റിവിഷൻ നമ്മൾ ആ സൺഡേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ പിന്നത്തെ ആഴ്ച ഈ ആഴ്ചയിൽ നമ്മൾ പഠിച്ചത് ഭരണഘടനയിൽ നിന്ന് ദേശീയ ഗാനം, ദേശീയ ഗീതം എന്ന് പറയുന്ന ടോപ്പിക്കും മനുഷ്യാവകാശ കമ്മീഷനുമാണ്. രസതന്ത്രം, കെമിസ്ട്രിയിൽ നിന്ന് അയിരുകളും ധാതുക്കളും, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രം നിത്യജീവിതത്തിൽ. അതേപോലെ തന്നെ മാത്സിൽ നിന്ന് ഏജ് പ്രോബ്ലംസും. അപ്പോൾ ഇത്രയും ടോപ്പിക്സ് നമ്മൾ ഈ ആഴ്ച കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിവിഷൻ ഡേ ആണ് ഇന്ന്. ഒരു 35 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോക്ക് ടെസ്റ്റാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. എങ്കിലും എല്ലാ ക്വസ്റ്റിനും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെയുള്ള, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ 4 പ്രീവിയസ് ക്വസ്റ്റ്യനോളം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ 100 എബവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലൂടെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പഠിക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇനിയും തുടങ്ങാത്തവരുണ്ടെങ്കിൽ ഈ റിവിഷനൊക്കെ കണ്ട് എല്ലാം ഒപ്പം തന്നെ കവർ ചെയ്തെടുക്കുക. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യനും SCRT-നെയും NCERT-നെയും ബേസ് ചെയ്തിട്ടാണ് എല്ലാ ക്ലാസ്സുകളും എടുത്തിട്ടുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താല്പര്യമുള്ളവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 2 ടോപ്പിക്കാണ് എടുത്തിട്ടുള്ളത്. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത്? കണ്ടോ, അപ്പോൾ നമ്മളിവിടെ ഒരു ക്വസ്റ്റ്യനാണ് പറയുന്നതെങ്കിലും 4 ഓപ്ഷൻ എന്ന് പറയുന്നത് 4 PYQ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് 4 മേലെ ക്വസ്റ്റ്യൻസ് ഇവിടെ കിട്ടുന്നുണ്ട്. കാരണം എല്ലാം ഉൾക്കൊള്ളിച്ചാണ് ഓരോ സെൻറ്റൻസും ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഒന്ന് ജസ്റ്റ് പോസ് ചെയ്തിട്ട് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോൾ നമുക്ക് ഏതായാലും നോക്കാം. ദേശീയ ഗാനമായ ജനഗണമന ആദ്യമായി ആലപിച്ചത് 1911 കൊൽക്കത്ത സമ്മേളനത്തിൽ സരളാദേവിയാണ്. അപ്പോൾ ഈ തന്നിട്ടുള്ള പ്രസ്താവന ശരിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കിട്ടും? നമ്മുടെ ദേശീയ ഗാനം ഏതാണ്? ജനഗണമനയാണ്. അത് ആദ്യമായി ആലപിച്ച സമ്മേളനം ഏതാ? 1911 കൊൽക്കത്ത സമ്മേളനമാണ്. അതിൻ്റെ സമ്മേളനത്തിൽ അത് ആലപിച്ചത് ആരാണ്? സരളാദേവി ചൗധരാണിയാണ്. കണ്ടോ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടും. അതെല്ലാം അറിയാമെങ്കിലാണ് നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇനി ബംഗാളി ഭാഷയിൽ രചിച്ച ജനഗണമന, അത് ശരിയാണ്. കണ്ടോ, അപ്പോൾ അതിനൊരു ക്വസ്റ്റ്യനാണ്. ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയിൽ. ബംഗാളി ഭാഷയിൽ രചിച്ച ജനഗണമന ആദ്യമായി പ്രസിദ്ധീകരിച്ചത് 1912 തത്വബോധിനി മാസികയിലാണ്. അതും എന്താണ്? ശരിയാണ്, തത്വബോധിനി മാസികയിലാണ്. ഏത് പേരിലായിരുന്നു അത്? ഭാരത് ഭാഗ്യവിധാത എന്ന പേരിലായിരുന്നു. അതാണ് നമ്മുടെ D ഓപ്ഷൻ. കണ്ടോ, ജനഗണമനയുടെ പഴയ പേര് എന്താ? ഭാരത് ഭാഗ്യവിധാത. അപ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ടും ഇതിൽ തെറ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആയിരിക്കും. നമുക്ക് നോക്കാം. എന്താ? ദേശീയ ഗാനം രചിച്ചത് ശങ്കരാഭരണം രാഗത്തിലാണ്. അത് ശരിയാണ്. ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യ ആണെന്നാണ് തന്നിട്ടുള്ളത്. അത് തെറ്റാണ്. ആരാണ്? രാം സിംഗ് താക്കൂർ ആണ് അതിന് സംഗീതം കൊടുത്തിട്ടുള്ളത്. അതാണ് ഉദ്ദേശിച്ചേണ്ടത്. സംഗീതം ചെയ്തിട്ടുള്ളത് ജാദുനാഥ് ഭട്ടാചാര്യ അല്ല, രാം സിംഗ് താക്കൂറാണ്. അപ്പോൾ ഇവിടെ ഗാനം രചിച്ചത് ശങ്കരാഭരണം രാഗത്തിലാണ്. ഓക്കെ, ആ രചിച്ചത് ആരാ? ദേശീയ ഗാനം രചിച്ചത് ടാഗോറാണ്. പിന്നെ അതിന് സംഗീത സംവിധാനം കൊടുത്തിട്ടുള്ളത് ആരാണ്? സംഗീതം കൊടുത്തിട്ടുള്ളത് രാം സിംഗ് താക്കൂറുമാണ്. അപ്പോൾ ഇവിടെ ജാദുനാഥ് ഭട്ടാചാര്യ അല്ല അത് രചിച്ചിട്ടുള്ളത്. അതെന്താണ്? തെറ്റായ പ്രസ്താവനയാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ ദേശഭക്തി ഗാനം രചിച്ചത് ഇതിലാരാണ്? ഇന്ത്യയുടെ ദേശഭക്തി ഗീതം രചിച്ചത് ആരാണ്? ടാഗോർ, ബങ്കിം ചന്ദ്ര ചാറ്റർജി, മുഹമ്മദ് ഇക്ബാൽ, മൗലാന അബ്ദുൽ കലാം ആസാദ്. ആരാ? മുഹമ്മദ് ഇക്ബാലാണ്. ദേശീയ ഗീതം എന്നല്ല, ദേശീയ ഗീതം രചിച്ചിട്ടുള്ളത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ദേശഭക്തി ഗീതമാണ്. സാരേ ജഹാം സേ അച്ച എന്നുള്ളതാണ് നമ്മുടെ ദേശഭക്തി ഗീതം. അത് രചിച്ചത് ആരാ? മുഹമ്മദ് ഇക്ബാലാണ്. ഉറുദു ഭാഷയിലാണ്. ഓക്കെ, അപ്പോൾ താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ജനഗണമന ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് അരബിന്ദ ഘോഷാണ്. മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കുറ്റിപ്പുറത്ത് കേശവൻ നായരാണ്. ഹിന്ദിയിലേക്ക് വിവർത്തനം ചെയ്തത് ആബിദ് അലിയാണ്. ഇനി ജനഗണമനയിൽ ജയഹേ എന്ന വാക്ക് 6 തവണ ആവർത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിൽ 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ഇതിൽ തെറ്റായിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാ തെറ്റ്? ഓപ്ഷൻ A ആണ്. ജനഗണമന എഴുതിയതും അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തതും ആരാണ്? ടാഗോറാണ്. പിന്നെ അരവിന്ദ ഘോഷ് ദേശീയ ഗീതമായിട്ടുള്ള വന്ദേ മാതരമാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത്. ഇനി ഇത് ശരിയാണ്. മലയാളത്തിലേക്ക് മാറ്റിയത് കേശവൻ നായരാണ്. ഹിന്ദിയിലേക്ക് ആബിദ് അലി. ജയഹേ 6 തവണ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകളൊക്കെ കണ്ടവർക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഈസി ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ക്ലാസ്സുകളൊന്നും കാണാത്തവരുണ്ടെങ്കിൽ എല്ലാം പെട്ടെന്ന് കണ്ടു തീർക്കുക. നമ്മൾ ഒരു ദിവസം ആകെ ഒരു 2 മണിക്കൂർ പോലും സ്പെൻഡ് ചെയ്യുന്ന രീതിയിലല്ല ക്ലാസ്സുകൾ ഇടുന്നത്. ഒരു 1-1.5 മണിക്കൂർ നിങ്ങളതിന് സ്പെൻഡ് ചെയ്താലും നിങ്ങൾക്ക് 10th പ്രിലിമിനറി ഈസി ആയിട്ട് പാസ്സാവാനായിട്ട് പറ്റും.
ഓക്കെ, ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ള ആനന്ദമഠം എന്നുള്ളത് ഏത് വിഭാഗത്തിൽ പെടുന്നു? അപ്പോൾ ആനന്ദമഠത്തിൽ നിന്നാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം എടുത്തിട്ടുള്ളത്. അപ്പോൾ ആനന്ദമഠം എന്ന് പറയുന്നത് ഏത് വിഭാഗത്തിലാണ് പെടുന്നത്? കഥയാണോ, നോവലാണോ, ലേഖനമാണോ, യാത്രാ വിവരണമാണോ? ആനന്ദമഠം എന്ന് പറയുന്നത് നോവലാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ തന്നെ സന്യാസി കലാപത്തെ ആസ്പദമാക്കി എഴുതിയിട്ടുള്ള നോവലാണ്. ഓക്കെ, ഇനി താഴെ തന്നിട്ടുള്ളതിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ദേശീയ ഗീതം ആദ്യമായി ആലപിക്കപ്പെട്ട സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ദിൽഷായി വാജയാണ്. ദേശീയ ഗീതം അംഗീകരിച്ചത് 1950 ജനുവരി 24-ലാണ്. ദേശീയ ഗീതമായ വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശരാഗത്തിലാണ്. ആദ്യമായി ആകാശവാണിയിൽ ദേശീയ ഗീതം പ്രക്ഷേപണം ചെയ്തത് 1947 ഓഗസ്റ്റ് 15-നാണ്. ഓക്കെ, അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം. ദേശീയ ഗീതമാണെങ്കിലും ദേശീയ ഗാനമാണെങ്കിലും അംഗീകരിച്ചത് എന്നാണ്? 1950 ജനുവരി 24-ലാണ്. ഇനി ദേശീയ ഗീതം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് ദേശരാഗത്തിലാണ്. ദേശീയ ഗീതം ദേശരാഗം. ഇനി ഇതിൽ ആദ്യമായി ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്തത് 1947 ഓഗസ്റ്റ് 15 ഉണ്ട്. ഇവിടെ ആദ്യമായി ആലപിക്കപ്പെട്ടത്. അപ്പം നമുക്കറിയാം ദേശീയ ഗീതം ആദ്യമായി ആലപിക്കപ്പെട്ട സമ്മേളനം ഏതാ? 1896 കൊൽക്കത്ത സമ്മേളനമാണ്. അതിൻ്റെ അധ്യക്ഷൻ ആരാ? റഹ്മത്തുള്ളയാണ്. റഹ്മത്തുള്ള സയാനി. അപ്പം ഇത് തെറ്റാ. ഇതേതാണ്? ദിൽഷായി വാജ എന്ന് പറയുന്നത് 1901 സമ്മേളനത്തിൻ്റെ അധ്യക്ഷയാണ്. അത് രണ്ടാമതായി ആലപിച്ചതാണ്. ദേശീയ ഗീതം രണ്ടാമതായി ആലപിക്കപ്പെട്ട സമ്മേളനമാണ് 1901 സമ്മേളനം. അതിൻ്റെ അധ്യക്ഷനായിരുന്നു ദിൽഷായി വാജ. 1806-ലാണ് ആദ്യമായിട്ട് ആലപിക്കപ്പെട്ടത്. അപ്പോൾ ഇതാണ് തെറ്റായ പ്രസ്താവന. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? ശരിയാണ്. ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്തത് 1947 ഓഗസ്റ്റ് 15-നാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരാൻ കാരണമായിട്ടുള്ള നിയമം ഏതാണ്? മനുഷ്യാവകാശ നിയമം 1993, മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993, പിന്നെ 1992 തന്നിട്ടുണ്ട്. ഇത് രണ്ടെന്നാണ് 1992 ഇങ്ങനെയും തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേതായിരിക്കും? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 വഴിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ ദിനമായി ഡിസംബർ 10 ആചരിക്കാൻ തുടങ്ങിയത് PYQ-ആണ്. ഡിസംബർ 10 ദേശീയ മനുഷ്യാവകാശ ദിനം. അത് ഡിസംബർ 10 ആചരിക്കാൻ തുടങ്ങിയത് ഏത് വർഷം മുതലാണ്? 1948, 49, 50, 51. ഏതായിരിക്കും? 1950. ഈ പ്രഖ്യാപനം നടന്നത് 1948 ഡിസംബർ 10-നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. പക്ഷേ അത് 1950 മുതലാണ്. ഇനി മനുഷ്യാവകാശ സംഘടനകളെ പറ്റി ശരിയല്ലാത്തത്, അതായത് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. 1961 സ്ഥാപിതമായ ആംനസ്റ്റി ഇന്റർനാഷണലിന് 1997 നൊബേൽ സമ്മാനം ലഭിച്ചു. ശരിയായ പ്രസ്താവനയാണ്. എല്ലാം PYQ-ആണ്. 1961 സ്ഥാപിതമായി 97 അതിന് നൊബേൽ സമ്മാനം ലഭിച്ചു. ഇന്ത്യയിൽ നോട്ട നിലവിൽ വരാൻ കാരണമായിട്ടുള്ള മനുഷ്യാവകാശ സംഘടന ഏതാണ്? പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ്. സിറ്റിസൺ ഫോർ ഡെമോക്രസി അന്തർദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ സംഘടനയാണ്. തെറ്റ്. അന്തർദേശീയ തലത്തിലുള്ളത് ഏതൊക്കെയാണ്? ഹ്യൂമൻ റൈറ്റ്സ് വാച്ച്, ഗ്ലോബൽ റൈറ്റ്സ്, അതൊക്കെയാണ്. പിന്നെ അതേപോലെ ആംനസ്റ്റി ഇന്റർനാഷണൽ ആണ്. ഇത് ദേശീയ തലത്തിലുള്ളതാണ്. സിറ്റിസൺ ഫോർ ഡെമോക്രസിയും പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസും ഒക്കെ. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ള നമ്മുടെ വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇതിൽ തെറ്റായിട്ടുള്ളത് ഓപ്ഷൻ C ആണ്. ഇനി താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഓരോ ഓപ്ഷൻസും വായിച്ച് ആൻസർ പറഞ്ഞ് പോവുകയാണ്. അപ്പം നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് പോസ് ചെയ്യുക, എന്നിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഒക്ടോബർ 12-നാണ്. ശരിയായ പ്രസ്താവന, എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇനി മനുഷ്യാവകാശ കമ്മീഷനിൽ 6 സ്ഥിരാംഗങ്ങളും 7 എക്സ് ഒഫീഷ്യോ അംഗങ്ങളും ഉൾപ്പെടുന്നു. ശരിയാണ്. ഇനി അടുത്തത് എന്താ? മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം അധ്യായം 6-ൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പ്രതിപാദിക്കുന്നു. അപ്പോൾ നമുക്കറിയാം മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, ഒരു ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ്. അപ്പോൾ ഇതാണ് തെറ്റ്. ഇതിലെന്താ? അധ്യായം 6-ലല്ല, അധ്യായം 5-ലാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത്. 6-ല് കോടതികളെ പറ്റിയിട്ടാണ്, മനുഷ്യാവകാശ കോടതികളെ പറ്റിയിട്ടാണ് പ്രതിപാദിക്കുന്നത്. ആ സെക്ഷൻ അധ്യായം ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചു വയ്ക്കുക. അധ്യായം മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ അധ്യായം 5-ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. 6 കോടതികളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത്. അപ്പോൾ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ 6 അംഗങ്ങളാണ്. ഇതിൽ ഉൾപ്പെടാത്ത ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്? കേന്ദ്ര ആഭ്യന്തരമന്ത്രി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ അധ്യക്ഷൻ. ആരാണ് ഉൾപ്പെടാത്തത്? രാജ്യസഭാ അധ്യക്ഷൻ. രാജ്യസഭയുടെ അധ്യക്ഷനല്ല, ഉപാധ്യക്ഷനാണ് ഉൾപ്പെടുന്നത്. അധ്യക്ഷനില്ല.
ഓക്കെ. ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ ആരാണ്? രാഷ്ട്രപതി, പ്രധാനമന്ത്രി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, സെക്രട്ടറി ജനറൽ. ആരാണ്? സെക്രട്ടറി ജനറൽ ആണ് മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ, അധ്യക്ഷൻ ആരാന്നാണ്? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി, നിലവിലെ സുപ്രീം കോടതി ജഡ്ജി, എ ഓർ ബി. അതായത് വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസോ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയോ. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. ഇതിൽ രണ്ടിൽ ആരെങ്കിലും ആയാൽ മതി. ഇത് 2019 ഭേദഗതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ. ഇനി താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്കാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളുണ്ട്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. എസ് ബലരാമൻ ആദ്യ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായിരുന്നു. അപ്പോൾ നമുക്കറിയാം എന്താ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ 3 അംഗങ്ങളാണ് ഉള്ളത്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998 ഡിസംബർ 11-നാണ്. എസ് ബലരാമൻ ആദ്യ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗമായിരുന്നു. പിന്നെ വിൽസനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ തെറ്റേതാ? ഇതാണ്. എന്താ, മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നത് ആർക്കാ? കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. ഇനി താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്. അയിരിലടങ്ങിയിരിക്കുന്ന മാലിന്യങ്ങളാണ് ഗാങ്. ശരിയാണ്. അയിരിലടങ്ങിയിട്ടുള്ള മാലിന്യങ്ങളെ നമ്മൾ ഗാങ് എന്നാണ് വിളിക്കുക. ഗാങ്ങിനെ നീക്കം ചെയ്യാൻ നമ്മൾ ചേർക്കുന്നതിനെ ഫ്ലക്സ് എന്ന് വിളിക്കും. അപ്പോൾ അമ്ല സ്വഭാവമുള്ള ഗാങ്ങിനെ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്ലക്സിനെ ക്ഷാര സ്വഭാവമായിരിക്കണം. അപ്പോൾ ഗാങ് അമ്ല സ്വഭാവം വെച്ചാൽ അസിഡിക് ആയിട്ടുള്ള ഗാങ്ങിനെ നീക്കം ചെയ്യാൻ നമ്മൾ ബേസിക് ആയിട്ടുള്ള ഫ്ലക്സ് ഉപയോഗിക്കണം. ശരിയാണ്. ഇനി എല്ലാ ധാതുക്കളും അയിരുകളാണ്. തെറ്റാണ്. ആണോ? അല്ല. എല്ലാ ധാതുക്കളും അയിരുകളല്ല. എല്ലാ അയിരുകളുമാണ് ധാതുക്കൾ. എല്ലാ അയിരുകളും ധാതുക്കളായിരിക്കും, പക്ഷെ എല്ലാ ധാതുക്കളും അയിരുകളല്ല. ഇനി സ്വർണം, പ്ലാറ്റിനം എന്നിവ ക്രിയാശീലം കുറഞ്ഞ ലോഹങ്ങളാണ്. അതും ശരിയായ പ്രസ്താവനയാണ്. ഇനി അടുത്തത് സിങ്കിൻ്റെ അയിരായ സിങ്ക് ബ്ലെൻഡ് സിങ്കിൻ്റെ എന്തയിരാണ്? അപ്പോൾ സിങ്ക് ബ്ലെൻഡ് എന്നുള്ളത് സിങ്കിൻ്റെ അയിരാണ്. അത് സിങ്കിൻ്റെ സൾഫൈഡ് ആണോ, കാർബണേറ്റ് ആണോ, ഓക്സൈഡ് ആണോ, സൾഫേറ്റ് ആണോ? എന്താണ്? സൾഫൈഡ് ആണ്. സിങ്ക് സൾഫൈഡ് ആണ് സിങ്ക് ബ്ലെൻഡ് എന്ന് പറയുന്നത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇനി ചേരുംപടി ചേർക്കാനാണ്. ഓരോ ലോഹങ്ങളും അവരുടെ അയിരുകളും തന്നിട്ടുണ്ട്. ശരിയായത് നോക്കി എഴുതാം. തോറിയത്തിൻ്റെ ഏതായിരിക്കും? തോറിയം എന്ന് പറയുന്നത് മോണസൈറ്റ് ആണ്. ലെഡ് എപ്പോഴും ചോദിക്കുന്നതാണ് ഗലീന. മെർക്കുറി സിന്നബാർ. യുറേനിയം ഏതായിരിക്കും? പിച്ച് ബ്ലെൻഡ്. അപ്പോൾ A4 എന്നുള്ള ഓപ്ഷനാണ് A4 B2 C1 D3 കണ്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കാന്തിക വിഭജനത്തിലൂടെ ടിൻ സ്റ്റോണിനെ സാന്ദ്രീകരിക്കാം. ശരിയായ പ്രസ്താവനയാണ്. സിങ്ക് ബ്ലെൻഡിൻ്റെ സാന്ദ്രണത്തിന് പ്ലവന പ്രക്രിയ ഉപയോഗിക്കുന്നു. ശരിയാണ്. ഇനി വായുവിൻ്റെ അസാന്നിധ്യത്തിൽ അയിരിനെ ചൂടാക്കുന്ന പ്രക്രിയയാണ് റോസ്റ്റിംഗ്. ആണോ? അല്ല. തെറ്റാണ്. വായുവിൻ്റെ സാന്നിധ്യത്തിൽ അയിരിനെ ചൂടാക്കുന്ന പ്രക്രിയ, അതിൻ്റെ ദ്രവണാങ്കത്തേക്കാൾ താഴ്ന്ന താപനിലയിൽ അയിരിനെ ചൂടാക്കുന്ന പ്രക്രിയ റോസ്റ്റിംഗ്. അസാന്നിധ്യത്തിൽ അത് കാൽസിനേഷനാണ്. അപ്പോൾ ഓക്സൈഡാക്കിയ അയിരിൽ നിന്ന് ലോഹം നിർമ്മിക്കുന്ന പ്രവർത്തനമാണ് നിരോക്സീകരണം. ഓക്കെ. അപ്പോൾ അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇനി താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ബ്ലാസ്റ്റ് ഫർണസിൻ്റെ കാര്യങ്ങളാണ്. ഇരുമ്പിൻ്റെ നിർമ്മാണത്തിന് ബ്ലാസ്റ്റ് ഫർണസ് ഉപയോഗിക്കുന്നു. ശരിയാണ്. നമ്മൾ ഇരുമ്പിൻ്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കാറുണ്ട്. 4% കാർബൺ അടങ്ങിയ ഇരുമ്പിനെ റോട്ട് അയൺ എന്ന് വിളിക്കുന്നു. ശരിയാണോ? അല്ല. തെറ്റാണ്. എന്താണ്? പിഗ് അയൺ എന്നാണ് വിളിക്കുക. 4% കാർബൺ ഉള്ളതിനെ പിഗ് അയൺ. ഇരുമ്പിൻ്റെ നിർമ്മാണ വേളയിൽ ഗാങ് ആയിട്ടുള്ള സിലിക്കൺ ഡയോക്സൈഡിനെ നീക്കം ചെയ്യാൻ ഫ്ലക്സ് ആയിട്ട് കാൽസ്യം ഓക്സൈഡ് ഉപയോഗിക്കുന്നു. ശരിയാണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സ്ലാഗ് ഏതായിരിക്കും? ഈ ഗാങ്ങും ഫ്ലക്സും കൂടി ചേർന്നുണ്ടാവുന്നതാണ് സ്ലാഗ് ഏതായിരിക്കും? കാൽസ്യത്തിൻ്റെ സിലിക്കേറ്റ് ആയിരിക്കും. അതായത് സിലിക്കൺ ഡയോക്സൈഡും കാൽസ്യം ഓക്സൈഡും ചേർന്നിട്ട് കാൽസ്യത്തിൻ്റെ സിലിക്കേറ്റ് ഉണ്ടാവും. അതാണ് അവിടെ ഉണ്ടാകുന്ന സ്ലാഗ് എന്നുകൂടെ ഓർത്തിരിക്കുക. ഇനി താഴെ തന്നിട്ടുള്ള പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന എഴുതാനാണ്. ഓക്സിജന് പേര് നൽകിയത് ജോസഫ് പ്രീസ്ലി ആണ്. ദ്രാവക ഓക്സിജന്റെ നിറം ഇളം നീലയാണ്. ആസിഡ് ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്ന മൂലകമാണ് ഓക്സിജൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കിയാൽ ലഭിക്കുന്ന വാതകം ഓക്സിജനാണ്. അപ്പോൾ ദ്രാവക ഓക്സിജന്റെ നിറം ഇളം നീലയാണ്, എല്ലാവർക്കും അറിയാം. ആസിഡ് ഉണ്ടാകുന്നത് എന്നർത്ഥം വരുന്നതാണ് എന്ത്? ഓക്സിജൻ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കിയാൽ നമുക്ക് ഓക്സിജൻ കിട്ടും. അപ്പോൾ ഏതാ തെറ്റ്? ഓക്സിജൻ കണ്ടുപിടിച്ചതാണ് ജോസഫ് പ്രീസ്ലി. പേര് നൽകിയത് ആരാ? ലാവോസിയർ ആണ് പേര് നൽകിയത്. ഓക്കെ.
മുങ്ങൽ വിദഗ്ധർ ശ്വസിക്കാൻ ഉപയോഗിക്കുന്ന സിലിണ്ടറുകളിൽ ഓക്സിജനോടൊപ്പം ചേർക്കുന്ന വാതകം, ഓക്സിജൻ്റെ കൂടെ എന്താണ് മുങ്ങൽ വിദഗ്ധരുടെ സിലിണ്ടറുകളിൽ ഉപയോഗിക്കുക എന്ന് ചോദിക്കണേ. കാർബൺ ഡൈ ഓക്സൈഡ്, ഹീലിയം, നൈട്രജൻ ഒന്നും ചേർക്കുന്നില്ല. ഓക്സിജൻ മാത്രമാണോ കൊണ്ടുവന്നത്? അല്ല. ഏതാണ് ഉത്തരം? ഹീലിയം. ഓക്സിജനും ഹീലിയം ചേർന്ന മിശ്രിതമാണ്. എന്നാൽ ആശുപത്രികളിലൊക്കെ ആണെങ്കിലോ ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡുമാണ്. ഇത് 5%, ഓക്സിജൻ 95%. കാർബോജൻ എന്ന് നമ്മളതിനെ വിളിക്കും. അതും കൂടെ ഓർത്തിരിക്കുക. ഇനി ശുദ്ധജലത്തിലെ ഓക്സിജൻ്റെ അളവ് എത്രയാണ്? ശുദ്ധജലത്തിലെ ഓക്സിജൻ്റെ അളവ് 89% ആണ്. 89%. ലസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ കഴിയാത്ത മൂലകം PYQ ആണ്. ലസൈൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയാൻ കഴിയാത്തത് ഏതാ? ഓക്സിജനാണ്. ഓക്സിജൻ. വാട്ടർ ഗ്യാസ് എന്നത് ഹൈഡ്രജൻ്റെയും എന്തിൻ്റെയും മിശ്രിതമാണ്. എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, കാർബൺ മോണോക്സൈഡ് ആണോ, മീഥെയ്ൻ ആണോ? വാട്ടർ ഗ്യാസ്. വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും കാർബൺ മോണോക്സൈഡുമാണ്. ഹൈഡ്രജനും കാർബൺ മോണോക്സൈഡും. ഇനി ഹൈഡ്രജനും കാർബൺ മോണോക്സൈഡും മീഥെയ്നും കൂടി ചേർന്ന് കഴിഞ്ഞാൽ അതെന്തായിരിക്കും? അത് കോൾ ഗ്യാസ് ആണ്. അത് കോൾ ഗ്യാസ് ആണ്. വാട്ടർ ഗ്യാസ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും കാർബൺ മോണോക്സൈഡും. ഇനി ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം. ഇപ്പോൾ ഒരു ലോഹം സോഡിയം ഇപ്പോൾ സിങ്ക് എന്നുള്ളൊരു ലോഹം നമ്മൾ എടുക്കുകയാണെങ്കിൽ അതും ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിച്ചാൽ എന്താ കിട്ടുക? സിങ്ക് ക്ലോറൈഡും ഒപ്പം ഹൈഡ്രജനുമാണ് അവിടെ കിട്ടുക. ഒപ്പം ഹൈഡ്രജനുമാണ് അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായിരിക്കും അവിടെ വരിക? ഹൈഡ്രജൻ വാതകമാണ് ലോഹങ്ങൾ ആസിഡുമായി പ്രവർത്തിച്ചാൽ കിട്ടുന്നത്. ഇനി ന്യൂട്രോൺ ഇല്ലാത്ത ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് ഏതാ? ന്യൂട്രോൺ ഇല്ലാത്തത് പ്രോട്ടിയമാണ്. ഡ്യൂട്ടീരിയത്തിൽ 1 ന്യൂട്രോൺ ഉണ്ടായിരിക്കും, ട്രിഷിയത്തിൽ 2 ന്യൂട്രോണും ഉണ്ടായിരിക്കും. ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ഏതാണ്? ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക് ആണ് ബാക്കലൈറ്റ്. ബാക്കലൈറ്റ് ആണ് ആദ്യത്തെ കൃത്രിമ പ്ലാസ്റ്റിക്. താഴെ തന്നിട്ടുള്ളതിൽ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണം. തെർമോസെറ്റിംഗ് അതിലേതാ വരുന്നത്? തെർമോസെറ്റിംഗ് ബാക്കലൈറ്റും പോളിസ്റ്ററുമാണ്. ബാക്കലൈറ്റും പോളിസ്റ്ററും. ബാക്കി PVC, നൈലോൺ, പോളിത്തീൻ എന്നൊക്കെ പറയുന്നത് തെർമോ പ്ലാസ്റ്റിക്കുകൾക്ക് ഉദാഹരണമാണ്. തെർമോ പ്ലാസ്റ്റിക്കുകൾ. ഇനി പ്രിസം, ലെൻസ് എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാ? പ്രിസം, ലെൻസ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഫ്ലിൻറ്റ് ഗ്ലാസ് ആണ് യൂസ് ചെയ്യുക. ഫ്ലിൻറ്റ് ഗ്ലാസ്. റബ്ബറിൻ്റെ കാഠിന്യം കൂട്ടാൻ എന്താ ചേർക്കുന്നത്? ആ പ്രക്രിയയാണ് വോൾക്കനൈസേഷൻ. എന്താ നമ്മൾ വോൾക്കനൈസേഷനിൽ ചേർക്കുക? സൾഫറാണ്. സൾഫറാണ് ചേർക്കുന്നത്. കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് എന്താ? കൃത്രിമ പട്ട് എന്നറിയപ്പെടുന്നത് റയോൺ ആണെന്ന് ഓർത്തിരിക്കുക. റയോൺ. ഇനി നെയിൽ പോളിഷർ റിമൂവറായി ഉപയോഗിക്കുന്നത്, നെയിൽ പോളിഷ് റിമൂവറായിട്ട് ഇതിലേതാ നമ്മൾ ഉപയോഗിക്കുക? നെയിൽ പോളിഷ് റിമൂവറായിട്ട് ഉപയോഗിക്കുന്നത് അസറ്റോൺ ആണ്. അസറ്റോൺ. താഴെ തന്നിട്ടുള്ളതിൽ ആൻറ്റി പൈററ്റിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ആൻറ്റി പൈററ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ടെമ്പറേച്ചർ, ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ബോഡി ടെമ്പറേച്ചർ കുറയ്ക്കാൻ നമ്മൾ സാധാരണ കഴിക്കുന്നത് എന്താ? പാരസെറ്റമോൾ. പാരസെറ്റമോൾ ആണ് ആൻറ്റി പൈററ്റിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി ലോകത്തിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക്. അപ്പോൾ ഈ തന്നിട്ടുള്ളതെല്ലാം ആൻറ്റിബയോട്ടിക്സ് ആണ്. അതിൽ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ആരാ? അലക്സാണ്ടർ ഫ്ലെമിംഗ് നിർമ്മിച്ച പെൻസിലിനാണ്. പെൻസിലിനാണ്. ഇനി താഴെ തന്നിട്ടുള്ളതിൽ ആൻറ്റിസെപ്റ്റിക്കിന് ഉദാഹരണം. ആൻറ്റിസെപ്റ്റിക്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ക്ലോറാംഫെനിക്കോളും അമോക്സിലിനും എന്താ? ആൻറ്റിബയോട്ടിക് ആണ്. ആൻറ്റിബയോട്ടിക് ആണ്. ഇനി വെസ്ഫീൻ. വെസ്ഫീൻ എന്ന് പറഞ്ഞാൽ ഡിസ്ഇൻഫെക്റ്റൻസ് ആണ്. അതായത് അണുനാശിനി. അണുനാശിനിയാണ് വെസ്ഫീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആൻറ്റിസെപ്റ്റിക് ഇതിൽ ഏതായിരിക്കും? ബിത്തിയോണാൽ ആണ്. ബിത്തിയോണാൽ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ബിത്തിയോണാലാണ്. ഇനി മാത്സിലെ ഒരു ക്വസ്റ്റിനെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ വീഡിയോ കാണാം. ഒരെണ്ണം മാത്രമേ വെച്ചിട്ടുള്ളൂ. അജയന് വിജയനേക്കാൾ ഇത് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ്. 10 വയസ്സ് കൂടുതലാണ്. കാരണം അപ്പോൾ അജയനും വിജയനും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. അജയനുണ്ട്, അജയനും അതുപോലെ തന്നെ വിജയനും. അജയനും വിജയനും തമ്മിലുള്ള വയസ്സുകളുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 10 ആണ്. കാരണം അജയന് വിജയനേക്കാൾ 10 വയസ്സ് കൂടുതലാണ്. അപ്പോൾ അതായത് അവരുടെ ഡിഫറൻസ്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു ഒരു വയസ്സ്, ഇപ്പോൾ 2 ആൾക്കാർ തമ്മിലുള്ള വയസ്സുകളുടെ ഡിഫറൻസ് എത്ര വർഷം കഴിഞ്ഞാലും അത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ആ ഡിഫറൻസ് 10 ആണെങ്കിൽ അടുത്ത വർഷവും അതിൻ്റെ പിന്നത്തെ വർഷവും അതിൻ്റെ പിന്നത്തെ വർഷവും അല്ലെങ്കിൽ 10 വർഷം കഴിഞ്ഞാലും ഒക്കെ ആ ഡിഫറൻസ് 10 തന്നെ ആയിട്ട് അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഇവിടുത്തെ കീവേഡ്. അപ്പോൾ ഡിഫറൻസ് 10 ആണ്. ഈ കൺസെപ്റ്റിൽ വേണം ഇത് ചെയ്യാൻ. ഇനി തൊട്ടടുത്ത വർഷം, ഒരു വർഷം കഴിഞ്ഞു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്തായി? അജയൻ്റെ പ്രായം, ഇത് അജയൻ, ഇത് വിജയൻ. ഓക്കെ, അജയൻ്റെ പ്രായം വിജയൻ്റെ പ്രായത്തിൻ്റെ ഇരട്ടിയായി. വിജയൻ്റെ ഇരട്ടി.
അപ്പോൾ വിജയൻ്റെ നമ്മൾ വി ആയിട്ട് എടുക്കുകയാണെങ്കിൽ അജയൻ്റെ എത്രയായിരിക്കും 2v ആയിരിക്കും വയസ്സ്. കണ്ടോ, വിജയൻ്റെ വയസ്സ് v ആണെങ്കിൽ അജയൻ്റെ വയസ്സ് അതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞാൽ 2v. അപ്പോൾ അവരുടെ ഡിഫറൻസ് എത്രയാണ്? ഇയാൾക്ക് 2v, ഇയാൾക്ക് v. അപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 2v - v ആയിരിക്കും. ഈ ഡിഫറൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. എത്രയാണത്? 10. ആ ഡിഫറൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ്, അതായത് 10 v. 2v - v എന്ന് പറഞ്ഞാൽ v അല്ലേ? v = 10. അതായത് വിജയൻ്റെ വയസ്സാണ് നമ്മൾ v ആയിട്ട് എടുത്തിട്ടുള്ളത്. ഈ v = 10 ആണെങ്കിൽ അജയൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ആരുടെയാണ്? വിജയൻ്റെ വയസ്സ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 10 എന്നുള്ളത് ഓപ്ഷനിലുണ്ട്, പക്ഷെ 10 അല്ല നമ്മുടെ ആൻസർ. കാരണം എന്താ? ഈ 10 വയസ്സ് വിജയൻ്റെ ഈ 10 വയസ്സ് എന്ന് പറഞ്ഞാൽ 1 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്, കണ്ടോ? 1 വർഷം കഴിഞ്ഞപ്പോൾ, അടുത്ത വർഷമാണ് നമ്മൾ ഈ റിലേഷൻ എഴുതിയിട്ടുള്ളത്. അതായത് 1 വർഷം, വിജയന് 1 വർഷം കഴിഞ്ഞപ്പോൾ ഉള്ള വയസ്സാണ് 10. ഇപ്പോഴത്തെ വയസ്സ് അവിടെ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ ആ 1 മൈനസ് ചെയ്യണം. 10ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ 9 വയസ്സ് എന്നതായിരിക്കും ആൻസർ. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കറക്റ്റായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. ഒത്തിരി സമയമൊന്നും നിങ്ങൾ അതിന് വേണ്ടി മെനക്കെടേണ്ട ആവശ്യമില്ല. ഡെയിലി 2 മണിക്കൂർ വെച്ച് നമ്മൾ പഠിച്ചു പോകുന്നുള്ളൂ. പക്ഷേ സിലബസ് കംപ്ലീറ്റ് നമ്മൾ കവർ ചെയ്യും. സി എ ഒഴിച്ച് ബാക്കിയെല്ലാം. കറണ്ട് അഫയേഴ്സ് നമ്മൾ പോൾസായിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിലെ പ്രീവിയസ് ക്വസ്റ്റിനും അതിൻ്റെ അനുബന്ധ വിവരങ്ങളും ചേർത്തിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഒപ്പം നോക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക്